ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിന്റെ 23-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 23-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളതായ യാത്രകൾ ശരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ മുറുകെ പിടിക്കേണ്ടുന്നതായ യാത്രകളാണ്. നമ്മുടെ ജീവിത യാത്രകൾ എന്ന് പറയുന്നത് ഭാരങ്ങൾ നിറഞ്ഞതും പ്രയാസങ്ങൾ നിറഞ്ഞതും ആണ്. അവിടെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ക്രിസ്തുവിന്റെ സന്നിധിയിൽ മാത്രമാണ് നമുക്ക് ഇറക്കി വെക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വലിയ നോമ്പിന്റെ 23-ാമത്തെ ദിനം നമ്മെ വിശ്രമത്തിന്റെ ക്ഷണത്തിലേക്കാണ് വിളിക്കുന്നത്. ജീവിതം പലപ്പോഴും നമ്മെ ഭാരങ്ങളാൽ നിറയ്ക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ, ആശങ്കകൾ, നിരാശകൾ, കുറ്റബോധങ്ങൾ, ഈ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നാം പലപ്പോഴും തളർന്നു പോകുന്നതായ ഒരവസ്ഥ. അത്തരം സന്ദർഭങ്ങളിൽ യേശു സ്നേഹത്തോടെ വിളിക്കുകയാണ്, എൻ്റെ അടുക്കലേക്ക് വരുവിൻ. ദൈവം നമ്മെ കൂടുതൽ ഭാരങ്ങൾ എടുക്കുവാനായിട്ട് സമ്മതിക്കുകയില്ല. നമ്മുടെ ഭാരങ്ങൾ ക്രിസ്തുവിന്റെ പാദങ്ങളിൽ വയ്ക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയരെ, ഈ വലിയ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുവാനാണ്, ആത്മാവിനെ ശാന്തമാക്കുവാനാണ്, ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാനാണ്. യേശുവിന്റെ അടുക്കൽ വരുന്നവർക്ക് അവൻ സമാധാനവും പുതുക്കത്തിന്റെ അനുഭവവും നൽകുന്നു. അവന്റെ സാന്നിധ്യം നമ്മുടെ ക്ഷീണിതമായ ആത്മാവിനെ ആശ്വസിപ്പിക്കും. ഇന്ന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, ഞാൻ എൻ്റെ ഭാരങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കുകയാണോ, അതോ അവയെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ഒരിക്കലും നിരാശപ്പെടുകയില്ല. ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നതായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ നമുക്ക് ഇറക്കി വെക്കാം. ഈ നോമ്പുകാലം ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, എൻ്റെ ഭാരങ്ങളും എൻ്റെ ആശങ്കകളും നിന്റെ പാദപീഠത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് നിന്റെ സ്വർഗീയ സമാധാനം നൽകണമേ. നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ വിശ്രമിക്കുവാൻ എനിക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.